ഇനി നമ്മുടെ സംസാരം എന്റെ ഓഫീസിൽ വെച്ച്. ഇറങ്ങാം. ഞാനെന്തിനു വരണം? ഇല്ല, നടക്കില്ല. എങ്ങനെ? എന്തിനു വരണോന്നോ? പോയി വണ്ടി കയറ്. മാഡം. സർ, എന്താണ്? നിങ്ങൾ അന്വേഷണ രീതിയും ചോദ്യം ചെയ്യലൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷേ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ ബലത്തിൽ ആവശ്യമില്ലാത്ത കളികൾ വേണ്ട. തോളിലെ നക്ഷത്രത്തിന്റെ എണ്ണം കൂടുതലുള്ള വലിയ ഏമാമാര് പോലും കാണിക്കാൻ പഠിക്കുന്നതാ ഇപ്പോ മാഡം കാണിക്കുന്നത്. സർ, കാക്കിയുടെ നക്ഷത്രത്തിന്റെ കഥകൾ പറയാൻ എനിക്ക് നേരമില്ല. ഇപ്പൊ എന്നെ തടയാൻ സാറിന്റെ രാഷ്ട്രീയ പദവി കൊണ്ട് പറ്റുമെന്ന് കരുതിയ കേരളത്തിലെ സകല മാധ്യമങ്ങളുടെ മുന്നിലൂടെ ഇവരെ ഒരു തടസ്സവുമില്ലാതെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സാറിന്റെ നല്ല ഇമേജിനും ഈ വീടിന്റെ അന്തസ്സിനും കോട്ടം തട്ടും. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് ഒരു സാധാ പഞ്ചായത്ത് മെമ്പർ പോലും ഈ കേസിൽ ഇടപെടില്ല എന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് വസുന്ധര ഈ കേസുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് സഹകരിക്കണം സാർ. അപ്പോ എനിക്ക് മേഡത്തെ കൊണ്ടുപോകാലോ? വരണം. വന്ന് വണ്ടി കയറ്. വരൂ. മേഡം വേണ്ട, അമ്മയെ കൊണ്ടുപോരുത്. മീരെ കൊന്നത് ഞാനാ. ഞാൻ തന്നെ മീരെ തീർത്തത്. നിർത്തടാ. അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മകൻ കുറ്റമേറ്റെടുക്കുന്നൊക്കെ നല്ലതാ. അത് പക്ഷേ ഇവിടെ ഈ കേസിൽ വേണ്ട. മേഡം, ഞാനത് ചെയ്തേ. നിന്റെ അഭിനയം നല്ല രസമുണ്ടല്ലോ. മേഡം, ഞാൻ സത്യം പറയുന്നേ. സത്യമേതാ കള്ളമേതാണെന്നൊക്കെ കോടതി പറയും. ഇറങ്ങാം. വരണം. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ഷൈജ, ഇങ്ങോട്ട്. സോറി സാർ. ഇറങ്ങാം. വരൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.